എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനെ നയനയുടെ കൈയും പിടിച്ച ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് വെളിയിലേക്ക് അങ്ങോട്ട് വരുന്നത്. ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം ആൻമരിയയ്ക്കും ഗ്രേസിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവരും കൊതിച്ചാണ്. പലവട്ടം ഗ്രേസി ആണെങ്കിലും പറഞ്ഞ മരുമോളോട് സ്നേഹം കാണിക്കാനൊക്കെ. പക്ഷെ അന്നൊന്നും ദേവേനെ ഒന്നും കൂട്ടാക്കില്ല. അവസാനം ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ആൻമരിയോട് പറഞ്ഞ്, കണ്ടില്ലേ അവരെന്ത് സന്തോഷത്തോടെയാ പോകുന്നതെന്ന്. ഒരുപക്ഷെ ഈ അവാർഡ് ദാന ചടങ്ങ് അവരുടെ വീണ്ടും ഉള്ള ആ ഒരു സമാഗമത്തിന് വീണ്ടും അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ ആഴം കൂട്ടുക ചെയ്തതെന്ന് പറയണം. സത്യങ്ങളൊക്കെ അങ്ങനെ രണ്ടുപേരും തിരിച്ചറിഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൻമേരി പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവരും അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആന്റി ആണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു പറയണം. ഈ സമയം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയനയോട് ദേവേനി പറഞ്ഞു, എന്നാലും ഇത്രയും നാളും മോളെ ഞാൻ ഉപദ്രവിച്ചല്ലോ. ഉപദ്രവിക്കുക മാത്രമല്ല, എന്തൊക്കെ വായത്തോന്നി എന്തൊക്കെ വർത്താനങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. എന്നോട് ക്ഷമിക്കൂല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞ്, ഇറങ്ങിക്കഴിയുമ്പോൾ ആദർശേട്ടൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഒരു കാര്യം ചെയ്യാം, അവനെ വിളിച്ച് കാര്യം പറ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയുന്നത് പറയാണ്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദർശേട്ടന് സംശയം തോന്നുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ഓട്ടോയ്ക്ക് പോയെന്ന് ആണേലും പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദർശനെ വിളിക്കുകയാണ്. ആദർശേട്ടൻ കൊണ്ടുവരാണ്ട് വരണ്ട, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയണം. അതെന്ത് പറ്റി, ഞാൻ വരാന്ന് പറയണം. വേണ്ട ആദർശേട്ടാ, ഇനിയിപ്പോൾ ആദർശേട്ടൻ അവിടുത്തെ തിരക്കിനിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് പറയണം. ഞാൻ പോയിക്കോളാം, ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയാം. പിന്നീട് അമ്മ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നാ പറയാം. ശരിയെന്ന് പറഞ്ഞ് ആദർശ് ഫോണും വെക്കുവാണ്. ഈ സമയം ദേവേനി ചോദിച്ചു, അവന് സംശയം തോന്നിട്ടില്ലോ അല്ലേ? സംശയം തോന്നിട്ടില്ലെന്ന് പറയണം. ദേവേനി പറഞ്ഞു, ബാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണം. മോൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോന്ന് ചോദിക്കുക. ഇല്ല അമ്മയെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് താമസിച്ച് പോയാൽ മതി എന്ന് പറയണേ. എനിക്ക് മോളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ദേവേനി നയനയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ചോദിച്ചു, മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടി നിൽക്കാം? എനിക്കൊന്നും വേണ്ട അമ്മയെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും കഴിക്കണം എന്ന് പറയാം. അതിപ്പോൾ അവിടുന്ന് കഴിച്ചായിരുന്നല്ലോ, എന്നാൽ ശരി ഒരു ജ്യൂസ് എങ്കിലും കുടിക്കാന്ന് പറയണം. അങ്ങനെ ജ്യൂസിനൊക്കെ ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തതിന് ശേഷം ദേവേനി പറഞ്ഞു, ഇങ്ങനെ ഒരു മുഹൂർത്തത്തിനായിട്ട് ഞാൻ കുറേ ദിവസങ്ങളായി കാത്തിരിക്കണേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ എല്ലാവരും ചോദിക്കും. പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പോരാത്തതിന് ആദർശും ജേഡനും ഒക്കെ എന്നെ വട്ടം കറയിക്കൊണ്ടിരിക്കുമല്ലേ. ആ സമയത്ത് ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് പിന്നെ അച്ഛനും ആദർശേട്ടനൊക്കെ അങ്ങനെ അമ്മയോട് പറയായിരുന്നതിന് കാരണം മറ്റൊന്നുമില്ല, അമ്മയ്ക്ക് എന്നെ കാണത്തില്ലായിരുന്നല്ലോ. ഒരു പക്ഷെ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് കൂടുമെന്ന് പേടിച്ചിട്ടാ അവരതിനെക്കുറിച്ചൊന്നും പറയായിരുന്നെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ വീട്ടിലുള്ളവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കുരുപ്പ് പിടിച്ചങ്ങൾ വീട്ടിലുണ്ടല്ലോ. നമ്മൾ ഒന്നിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. മോളെ എന്നെയും കൂടെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇനി പല തന്ത്രങ്ങളും ഇറക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാമ്മേ, ഈ പറയുന്ന ജാനകി ചെറിയമ്മയ്ക്കാണെങ്കിലും അപ്പച്ചിക്കാണെങ്കിലും നമ്മൾ തമ്മിൽ ഒന്നിക്കുന്ന ഇഷ്ടമില്ല. അതേപോലെ തന്നെ അവരുടെ സ്വഭാവമൊക്കെ അറിയാലോ. മുമ്പായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, ചെറിയമ്മ എന്നോടൊപ്പം ആയിരുന്നു. പക്ഷേ നന്ദുവിന്റെ അനിയുടെ പ്രശ്നം വന്നോട് കൂടിയിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെയല്ലേ ഉണ്ടായത്. അതിനുശേഷം എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് ദേവേനി പറഞ്ഞു, അതൊക്കെ മാറും മോളെന്ന് പറയണം. ഈ സമയം നയന ചോദിച്ചു, അമ്മ വിചാരിക്കുന്നുണ്ടോ ആ പാലിനകത്ത് വിഷം കലർത്തി തന്ന അമ്മയ്ക്ക് ഞാനാന്നുള്ള കാര്യം? ഇത് കേട്ടപ്പോൾ നയനയോട് ദേവേനി ചോദിച്ചു, അതെന്ത് വർത്താനം മോളി പറയണേ? മോൾ അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്ത മോളായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കരള് പകർത്ത് നൽകാനായിട്ട് തയ്യാറാവില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അനാമികയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, എനിക്കും പല സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ആദ്യം ഞാൻ കരുതി അവള് നല്ലവളാന്ന് കരുതിയിട്ട് അവളെ തലയിലേക്ക് എടുത്തു വെച്ചേ. പക്ഷെ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കൂട്ടി വായിച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് പലതും തോന്നുന്നുണ്ടെന്ന് പറയണം. പിന്നീട് ദേവേനി പറഞ്ഞു, വീട്ടിലേക്ക് ചെന്നാലും നമ്മൾ സൂക്ഷിക്കണം മോളെ എന്ന് പറയണം. നമ്മൾ രണ്ടും ഒന്നിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. ഇനി നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോരാടാന്ന് പറയാം.
ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത് ശരിയാ, തൽക്കാലത്തേക്ക് വീട്ടിൽ ആരും അറിയണ്ടെന്ന് പറയാ. ദേവേനി പറഞ്ഞു ഇനി മോളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ടി വിക്കകത്തൂടെ പത്രത്തിൽ കൂടെ വന്നു കഴിയുമ്പോഴത്തേനും വീട്ടിലുള്ളവർക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവരെല്ലാം അത് കാണണം മോളെ, എന്നിട്ട് അസൂയപ്പെടണമെന്ന് പറയണം. എൻ്റെ മരുമോൾ എത്ര ഉയരത്തിലാണ് നിൽക്കണമെന്ന് കാണണമെന്ന് പറയണം. ഇത് കേട്ടപ്പം നാനി ചോദിച്ചു അമ്മയ്ക്ക് സത്യമായിട്ടും ഇപ്പോഴെന്നോട് വെറുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വെറുപ്പോ മോളോടാ? ഒരിക്കലും ഇല്ലാന്ന് പറയണം. അങ്ങനെ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ മോളെ ഇപ്പൊ ചേർത്ത് പിടിക്കുവോ? ഇനി ഒരിക്കലും അത് ഉണ്ടാവാനായിട്ടും പോയില്ല. ഇനി അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാത്തിരുന്നിട്ടുണ്ടെന്നറിയാവോ? അമ്മ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ആദർശേട്ടൻ മലയ്ക്ക് പോവാൻ മാലയിട്ട സമയത്ത് ആദർശേട്ടൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാവോ? അമ്മയും ഞാനും തമ്മിൽ ഒന്നിക്കണേന്ന്, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരണേന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയാവോ? ആദർശേട്ടനായിരിക്കും. ആദർശേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനും അമ്മയും തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത്. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു എനിക്കറിയാം, അവൻ എൻ്റെ മോനല്ലേ, അവൻ സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരി തന്നെയാന്ന് പറയണം. പക്ഷെ അനിയുടെ കാര്യം ഓർത്തിട്ടാ, എനിക്ക് ഇത്ര നാളും കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം പോലും കിട്ടിയിട്ടില്ലോ അമ്മേ. അവൻ പാവാ. ആദർശനെ പോലെ പിന്നെ നല്ല സ്വഭാവം അനിയുടെ എന്ന് പറയാം. അത് ശരിയാ, ആദർശനെ കണ്ടു വളർന്നവൻ അവന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവന്റെ ജീവിതം ഈ രീതി പോവാണെങ്കിൽ എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയണം. ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ, ഞാൻ മോളെ തിരിച്ചറിഞ്ഞ് മോളെ സ്നേഹിക്കാൻ തുടങ്ങിയായിരുന്നെങ്കിൽ നന്ദു ആ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. എല്ലാവർക്കും എന്നോട് താല്പര്യമായിരുന്നു. ഈ പറയുന്ന ജലജിക്കും ജാനകിക്കും ഒക്കെ ഒഴിച്ച ബാക്കി എല്ലാവർക്കും നന്ദുവിനെ താല്പര്യമായിരുന്നല്ലോ. ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്നൊക്കെ നയനയോട് പറയാണ്. അങ്ങനെ അവർ കുറെ സമയം കൂടെ അവർ സംസാരിച്ചിരുന്നിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയത്ത് നയന എന്ത് ചെയ്യണം, ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നന്ദുവിന്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവാർഡ് എന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. അപ്പം നന്ദു ഇതെല്ലാം കണ്ടു. നന്ദുവിന് ഭയങ്കര സന്തോഷമായി. അവാർഡിന്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഗോവിന്ദനെ കനകനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു നോക്കിയാൽ അച്ഛാ എന്ത് രസമെന്ന് നോക്കിക്കോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു അവൾ എൻ്റെ മോളല്ലേ, എനിക്കറിയായിരുന്നു അവൾ അല്ലേലും നല്ല ഉയരത്തിൽ എത്തുമെന്നുള്ള കാര്യം. ചെറുപ്പത്തിലെ മുതൽ അവൾക്ക് ഇച്ചിരി കലാബോധം കലാവാസന കൂടുതലുള്ള ആളായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഓ ഇപ്പൊ വേറുള്ളവരൊന്നും ഒന്നും അല്ല. അങ്ങനെയല്ല നന്ദു, നവ്യയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ, അവൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ നീ ആണെങ്കിൽ ഇങ്ങനെയുള്ള താല്പര്യം കാണിക്കാറില്ലോ. പക്ഷെ അവൾ അങ്ങനെയല്ല, ചെറുപ്പം മുതൽ എന്നോടൊപ്പം ചേർന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. അപ്പൊ അവൾക്ക് അതിൻ്റെതായ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള അംഗീകാരമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നു പറയാണ്. പിന്നീട് ആ സമ്മാനമായി കിട്ടിയിരിക്കുന്ന ആ നെക്ലേസിന്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു കണ്ടില്ലേ വമ്പൻ ഗിഫ്റ്റ് തന്നെ അടിച്ചിരിക്കണെന്ന് പറയണം. ചേച്ചിക്ക് കുറെ പൈസ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ചേച്ചിയോട് ചെലവ് ചെയ്യാൻ പറയണം. ചെറിയ ചെലവല്ല വലിയ ചെലവ് തന്നെ ചോദിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും കനക പറഞ്ഞു അത് പിന്നെ അവളോട് പറയേണ്ട താമസം. അതിപ്പോ അവളാണെങ്കിലും ശരി ആദർശ് മോനാണെങ്കിലും ശരി എന്ത് വേണം നന്ദു നീ ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവർ നിനക്ക് വാങ്ങിച്ചു തരില്ലേ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അത് ശരിയാ, ചേച്ചി പാവാ, ചേച്ചി ദൂർത്തടിച്ച് ഒരു പൈസ പോലും ചെലവാക്കില്ല. ഇപ്പൊ ആണെങ്കിലും കമ്പനി പോകുന്നുണ്ടേ പോലും അതിനകത്തുനിന്ന് പോലും ഒരു രൂപ എടുത്ത് തന്നെ അനാവശ്യമായിട്ട് ചെലവാക്കില്ല. പക്ഷെ ആവശ്യം ഒന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വേണം ചെലവാക്കുന്നതിന് കുഴപ്പമില്ല. എനിക്ക് പോലീസ് ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഡ്രസ്സുകളെല്ലാം എടുത്തു തന്ന ചേച്ചിയാന്ന് പറയണം. ഇത് കേട്ടപ്പം കനക പറഞ്ഞ് എത്ര കാലം മോളിങ്ങനെ വിഷമിച്ചാണെന്ന്, അവസാനം അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, ദേവേനയും കൂടെ മോളെ അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവർക്കറിയത്തില്ലോ ദേവേനയും നയനും തമ്മിൽ സെറ്റായെന്നുള്ള കാര്യം. പിന്നീട് ദേവേനും നയനും കൂടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഇപ്പൊ ദേവേന് പറഞ്ഞു മോളെ അറിയാലോ ഞാൻ കുറച്ച് ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് കയറി പോകത്തുള്ളൂ എന്ന് പറയാം. അങ്ങനെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും ജാനകി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജാനകി ചോദിച്ചു അല്ല ഏട്ടത്തി ഇവളെയും കൊണ്ടാണോ പോയെന്ന് ചോദിക്കും. അത് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീട്ടിലേക്കാണല്ലോ, അപ്പൊ ഞാനും കൂടെ പോന്നോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കയറ്റിക്കൊണ്ട് വന്നാ. എന്ത് ചെയ്യാനാന്ന് പറ. അല്ല അവാർഡ് ചാലഞ്ചാണൊക്കെ ഗംഭീരമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. എന്ത് ചെയ്യാന്, ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു അവാർഡ് അത് കിട്ടുന്ന കാണാനുള്ള യോഗം എനിക്കും ഉണ്ടായി. ഞാൻ അവിടെ എങ്ങനെയൊന്നും ഇന്നേന്ന് എനിക്ക് മാത്രം എടുത്തുള്ളൂ. ഇടയ്ക്ക് ഇറങ്ങിപ്പോരാൻ തോന്നിയതാ എനിക്ക്. പിന്നെ ആദർശിനെ ഓർത്ത് മാത്രം ഞാൻ അവിടെ ഇരുന്നാന്നൊക്കെ പറയണം. ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ഇനി ഇതും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേനും അവളുടെ അഹങ്കാരം അങ്ങോട്ട് മൂക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല നിനക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളോ, സമ്മാനം ഒന്നും കിട്ടിയില്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയൻ പറഞ്ഞു സമ്മാനം കിട്ടിയല്ലോ കാണണ്ടേന്ന് ചോദിക്കുകയാണ്. എന്നും പറഞ്ഞുകൊണ്ട് ആ ജ്വല്ലറി ബോക്സ് അങ്ങ് എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ടതും ജലജയുടെ കണ്ണു തെളിപ്പ് ഇത് നിനക്ക് കിട്ടിയ സമ്മാനമാണെന്ന് ചോദിക്കാം. അതെ എനിക്ക് കിട്ടിയ സമ്മാനം എന്ന് പറയാം. പക്ഷെ എന്റെ ദൈവമേ വേറെ ഒരു പെൺകുട്ടികളും ഇല്ലാത്ത പണക്ക്
ഇവൾക്ക് ഇതിനൊക്കെയുള്ള അർഹതയുണ്ടോ? ഏട്ടത്തിക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നേ വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്. ഏട്ടത്തിയുടെ കൂട്ടുകാരും മോളും എല്ലാരും കൂടെ ചേർന്നല്ലേ തീരുമാനിച്ചെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അത് എങ്ങനെ പറയാനാ ജലജ ഞാന്? അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലായിരുന്നോ? ഞാൻ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കും. ചിലരുടെയൊക്കെ യോഗം. അല്ല ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്കിതിനകത്ത് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. പിന്നെ പത്രക്കാരും ടി വിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോ ടി വിക്കകത്തും പത്രത്തിനകത്ത് കാണാന്ന് പറയണേ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ജാനിക്ക് പറഞ്ഞു, ഇനിയിപ്പോ ടി വിയും വെക്കണ്ട, പത്രം നോക്കണ്ട. ഇവളുടെ മുഖമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. ഇവളുടെ തിരുമോന്ത കണ്ടുണ്ട കഞ്ഞിക്ക് കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ജലജ പറഞ്ഞു, അത് ശരിയാ എന്നും പറഞ്ഞ് ജലജ അങ്ങോട്ട് പോയി. ദേവേനെ പറഞ്ഞു, എങ്ങനെയുണ്ട് മോളെ എന്റെ പെർഫോമൻസ്? അതിഗംഭീരമായിട്ടുണ്ടെന്ന് പറയണം. എന്നാലും ഞാൻ അമ്മേനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിനെ കൊണ്ടുപോയി അവാർഡും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, നന്നായിട്ടുണ്ട് മോളെ, നല്ല ഭംഗിയുണ്ടെന്ന് പറയണേ. ഇനി നിനക്ക് ഇതുപോലെ കുറെ അവാർഡ് കിട്ടണം. അതാ എന്റെ മനസ്സിലെ ആഗ്രഹം. എന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹം, മോളുടെ മുത്തശ്ശിന്റെ ആഗ്രഹം അത് തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പം ദേവേനി മനസ്സിൽ പറഞ്ഞു, കിട്ടുമേ, ഉറപ്പായിട്ടും കിട്ടും. എന്റെ മോളുടെ നല്ല മനസ്സാ, അതുകൊണ്ട് അവൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം. ഈ സമയം ദേവേനോട് ചോദിച്ചു, അല്ല നീ പോയില്ലായിരുന്നോ ദേവേനി എന്ന് ചോദിക്കാം. പോവാതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പൊ ചെന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പൊ ഇവിടെ അവാർഡ് സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ കിടന്ന ഒരു അലമ്പും വഴക്കം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ പോയെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞു, അതെന്താണെന്ന് നല്ല കാര്യമായെന്ന് പറയാം. ഈ സമയം ദേവേന് കൃത്രിമമായിട്ട് ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് കയറി പോവാണ്. നയനയ്ക്ക് അത് കണ്ടപ്പോ ചിരി വന്നു. നയന ഒരു ചെറു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങും. മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.